മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ആണ്. ഇത് അവൻ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോ അടിപൊളിയായിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പ്ലം കേക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം. ഞാൻ 1/4 കപ്പ് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പിടി ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 2 പിടി കാഷ്യൂ നട്ട് വേണം. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ് വേണ്ടത്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി പല കളറിൽ ഇപ്പോൾ കടയിൽ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. 4 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ചെറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറി കൂടെ ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ചെറിയൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മാത്രം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 കപ്പ് പാലെടുക്കാം. 250 ml പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തന്നെ ഒന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കേക്കിന് വേണ്ടി പൊടികൾ എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 250 ml കപ്പിന് 2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിച്ചതാണ്. ഇഞ്ചിയുടെ പൗഡർ കടയിലൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും കേട്ടോ. അതുപോലെ 1/4 ടീസ്പൂണ് പട്ട പൊടിച്ചതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്ര മാത്രമേ മസാലകൾ ചേർക്കുന്നുള്ളൂ. ചിലർ ഗ്രാമ്പുമൊക്കെ പൊടിച്ച് ചേർക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പട്ട മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണയെങ്കിലും നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതായത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കരിച്ചെടുക്കണം. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ചെറിയ കളറ് പറ്റില്ല. ഇതിന് നന്നായിട്ടൊന്ന് കളറ് വരുന്നത് വരെ പഞ്ചസാര ഒന്ന് നന്നായിട്ട് കരിച്ചെടുക്കാമെന്ന് തന്നെ പറയാം. എന്ന് എഴുതിയിട്ട് ഒരുപാട് അങ്ങ് കരിച്ച് കളയരുതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് നമ്മളുടെ പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളറല്ല കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ നമ്മളിത് നന്നായിട്ടൊന്ന് കളറ് വരണം. അപ്പം ഇതിനകത്ത് നല്ലോണം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങും ഈ പഞ്ചസാര. ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേ ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഇവിടെ എടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് പതയുന്ന സമയത്ത് നമ്മൾ 1/4 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കുറച്ച് ഒന്ന് മാറി നിന്നിട്ടേ വെള്ളം ഒഴിക്കാവൂ. അല്ലെങ്കിൽ കയ്യിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് തെറിക്കും. അപ്പം കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ആ ചെറിയ ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാലേ ആ കട്ടയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമ്മൾ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇതാണിപ്പോൾ എൻ്റെ ഓവൻ സെറ്റപ്പ്. ഞാൻ അടിക്കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും വെക്കാം കേട്ടോ. അലുമിനിയത്തിൻ്റെയോ നോൺ സ്റ്റിക്കിൻ്റെയോ കുക്കറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ചിലർ ഉപ്പിടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊടിച്ച പഞ്ചസാരയൊന്നും അല്ല കേട്ടോ, അല്ലാതെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടികൾ കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്തും അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരേ സൈഡിലോട്ട് മാത്രമേ നമ്മളിത് ഇളക്കിയെടുക്കാവൂ കേട്ടോ. ഇതുപോലെ പതിയെ തന്നെ ഇളക്കിയെടുക്കണം. അതുപോലെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ പൊടി ഇട്ടിട്ട് ഇളക്കരുത്. കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മൾ പൊടികളൊക്കെ ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടായിരുന്നല്ലോ, വിനീഗർ ഒഴിച്ചിട്ട് മാറ്റി വെച്ച പാൽ, അതുകൂടെ നമുക്ക് ഒരു 3 തവണയായിട്ട് കുറച്ചായി ഒഴിച്ചിട്ട് അതുകൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. പാലാണെങ്കിലും മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ. ഒരേ സൈഡിൽ തന്നെ ഇളക്കാൻ വേണം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ അതും 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ബട്ടർ ചേർത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മണമുള്ള ഓയിലുകളൊന്നും ഇതിനകത്തോട്ട് ചേർക്കരുത്. വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ഒന്നും ചേർക്കരുത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളൊരു കേക്ക് ട്രേ ആണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള അലുമിനിയത്തിൻ്റെ ട്രേ ഉണ്ടാവുമല്ലോ, അതിൽ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ ശേഷം. ബബിൾസൊക്കെ ഒന്ന് വന്നിട്ട് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് ഡെക്കറേറ്റ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്ലം കേക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, മേളിലൊക്കെ ഇങ്ങനെ ഇതുപോലെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ പാനിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മളിതിനകത്ത് ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും കേട്ടോ. 1 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ബേക്ക് ചെയ്യാൻ ടൈം എടുക്കും. ഞാൻ ആദ്യം ഒരു കേക്ക് ചെയ്തപ്പോൾ എനിക്ക് 1 മണിക്കൂറും 10 മിനിറ്റും വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾ ഓവനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മുതൽ 55 മിനിറ്റ് വരെ എടുക്കുമായിരിക്കും. അപ്പം അതുപോലെ 1 മണിക്കൂർ കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് തുറന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതേ 1 മണിക്കൂറായിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ കേക്ക് കുറച്ചുകൂടെ ആവണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വീണ്ടും അടച്ചു വെച്ചാണ്. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂറായി. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ
അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തുറന്ന് നോക്കാം അല്ലേ. ഓക്കെ, നമ്മളുടെ കേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് കുത്തി നോക്കാം. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക, മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ നമ്മൾ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ആവണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ചൂടാറാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇതേ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കേക്ക് നല്ല ചൂടാറി ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചൊന്ന് വിടിവിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് വിട്ട് വരും. അതുപോലെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വരും. ഇനി നമുക്ക് അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലുള്ള നമ്മൾ ആ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. എല്ലാ കേക്കും പോലെ ഇത് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല, ഒരല്പം ഹാർഡായിട്ട് ഇരിക്കുള്ളൂ. അതുതന്നെയാണ് ഈ പ്ലം കേക്കിൻ്റെ പ്രത്യേകതയും അല്ലേ. അപ്പോൾ ആ മേൽഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരാഴ്ച മുൻപേ റമ്മിലോ അല്ലെങ്കിൽ വിസ്കിയിലോ ഇട്ട് ഒരു ഭരണിയിലിട്ട് വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ പ്ലം കേക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ റമ്മും വിസ്കിയും ഒന്നും കിട്ടാൻ വഴിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ ഫ്രൂട്ട് ജ്യൂസ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം റമ്മ് ഒന്ന് പുരട്ടിയിട്ട് ഒരു ചെറിയ തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത് യൂസ് ചെയ്താൽ അതും നല്ല കിട്ടു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് എടുത്ത് കഴിക്കാൻ പോവുകയാണ്. ഈ പീസ് നിങ്ങൾ കഴിച്ചോട്ടോ, എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോയിലൂടെ അല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മളുടെ പ്ലം കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും ക്രിസ്മസ് വിഭവം തന്നെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.